അക്കുത്തി കുത്താനവരമ്പ കയ്യും കുത്ത് കരിങ്കുത്ത് ചിപ്പ് വെള്ളം താറാ വിസ്പര കയ്യിലൊരു ബാങ്ക്. അയ്യടാ ഇതെന്തോടത് കളിക്കുന്ന ഇവിടെ? ഇവിടെ സ്കിറ്റ് കളിക്കാൻ വന്ന ഇതാണോ കളിക്കണ്ടേ? അതെ, നിങ്ങൾ നീ പിള്ളേരുടെ കൂടെ നിങ്ങൾ അവിടെ ഇരിക്കേണ്ടവരല്ലയോ? ഇവര് കുട്ടികളല്ലേ, ഞങ്ങള് കുട്ടികളാ. ആ ബെസ്റ്റ്. ബക്രു ചേട്ടാ പറഞ്ഞ കേട്ടോ. അതല്ല, ഇതിലെന്തായാലും ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ആണെന്ന് മനസ്സിലായി. ലക്കി ഡോക്ടർ ആണല്ലേ? അതെ. എനിക്ക് ഇങ്ങേ സൈഡ് നിൽക്കുന്ന ആളെ മനസ്സിലായില്ല. ആ പൂവൊക്കെ വെച്ച് സിസ്റ്റർ ആണോ ഈ ഹോസ്പിറ്റലിലെ? കണ്ടിട്ട് മനസ്സിലായില്ലേ? അയ്യോ, സിസ്റ്റർ ശകുന്തള. അപ്പൊ ഈ ഇങ്ങേ അടുത്ത് നിൽക്കുന്ന ആള് എന്നതാ അശ്വജിത്തിന്റെ റോള്? എന്റെ പേരെന്തായിരുന്നു? ദുഷ്യന്തനല്ലേ? എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന കണ്ടപ്പോ തെറ്റെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോടാ? ബക്രു ചേട്ടാ ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഹോസ്പിറ്റല്, ഒരു ഡോക്ടർ, 2 കഥാപാത്രങ്ങൾ. നിങ്ങൾ ഇതിലുണ്ടോ? ഇല്ല. അല്ല, അപ്പൊ നമുക്ക് അവിടെ ഇരുന്ന് കാണുന്നതല്ലേ നല്ലത്. അതെ. അപ്പൊ നിങ്ങൾ സ്ഥലം കാലിയാക്കിക്കോ. നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. കണ്ടന്റ് ഏകദേശം നമുക്ക് പിടികിട്ടി. ഹോസ്പിറ്റൽ സീനാണ്. ചിരിക്കാനുള്ള അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവരിപ്പൊ തരും. അങ്ങനെയാണെങ്കിൽ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാം. ഓക്കെ, ബാറ്ററി ഓൺ ആക്കിക്കോ. ഓണായോ? ഓണായിരിക്കട്ടെ. പിള്ളേരെ നിങ്ങൾ റെഡിയാണോ? പൈസ വാരിക്കോരി മേടിച്ചോണം. അതിന് ഞങ്ങളെ ചിരിപ്പിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ തപോവനത്തിൽ എന്തിനാണ് ശകുന്തള നീ ഒറ്റക്കാലിൽ നിൽക്കുന്നത്? പിന്നെ ദർഭമുന കൊണ്ട ഇങ്ങനെയല്ലാണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റോ? ശകുന്തളെ, നിന്റെ കാലിൽ ദർഭമുന കൊണ്ടല്ലേ? എന്റെ വായിലടി എന്നെ കേക്കും. ആ പെരട്ട സ്റ്റേജിൽ കൊണ്ട എന്നെ കേട്ടിട്ട് ദർഭമുനക്ക് പകരം ഒരു ആണി കൊണ്ടതാ. ശകുന്തളെ, നമ്മളിപ്പോ ഈ ആശുപത്രിക്ക് എന്തിനാണ് വന്നത്? ടി എടുക്കാൻ. ടി എടുത്തിട്ട് വേണം ബാക്കി നാടകം കളിക്കാൻ. അങ്ങ് നിന്ന് വെള്ളക്കോട്ടിട്ടൊരു വണ്ടി വരുന്നു ദുഷ്യന്ത. വണ്ടെന്ന് പറഞ്ഞിട്ട് വെള്ളക്കോട്ടിട്ട പരുന്താണല്ലോ. നിങ്ങൾക്ക് ആരാ മനസ്സിലായില്ല? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. എന്റെ കോസ്റ്റ്യൂം കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല. 1 മിനിറ്റ്. ആ പാട് സ്കിറ്റ് 4 മിനിറ്റേ ഉള്ളൂ. അതിനകത്ത് 1 മിനിറ്റ് ഇത് പറഞ്ഞു തീർക്കാൻ തന്നെ നീ 2 മിനിറ്റ് എടുത്ത്. ഇപ്പൊ ഞാൻ ആരാന്ന് മനസ്സിലായി കാണും. നമ്മള് മെക്കാടി ശാന്ത. ശാന്ത കൊണ്ട് പോകുന്നല്ലേ? അല്ല എന്റെ പൊന്നു ഡോക്ടറെ, അവളുടെ കാലൊന്ന് പരിശോധിക്ക്. കാലൊക്കെ പരിശോധിക്കാം, പക്ഷെ OP എടുത്തോ? പൊന്നു സാറേ, OP എടുക്കല്ലേ, കൊള്ളത്തില്ല. ഭയങ്കര തലവേദന. എടാ, ടിക്കറ്റ് എടുത്തോന്ന്. പിന്നെ ഡെയിലി എടുക്കും. എന്നിട്ട് എന്ന് രാവിലെ പത്രത്തിന്റെ കൂടെ വെച്ചോക്കും. ഒന്നും അടിക്കില്ലെന്നേ, ചുമ്മാതാ. എന്ത് ലോട്ടറി ടിക്കറ്റ്? എടാ, OP ടിക്കറ്റ് എടുത്തോന്ന്. ഡോക്ടറെ, എന്താ പേര്? ശകുന്തള. 31 പൈസ. 31 പൈസ അല്ല, 31 വയസ്സ. എന്താ പറ്റിയത്? എന്റെ കാല് മാണി കേറി. ഇതൊക്കെ ചെറുത്. വാ വലിച്ച് കീറല്ല പറഞ്ഞേ, പതുക്കെ തുറക്കാനാ പറഞ്ഞേ. അതെ, എന്റെ കാലും വേണം ഡോക്ടറെ ആണി കേറിയത്, അല്ലാണ്ട് വായിക്കാത്തല്ല. ഈ ഡോക്ടർ ഇച്ചിരി വായി നോക്കും. അത് ഡോക്ടറെ കണ്ടപ്പോഴേ മനസ്സിലായി. എന്ത് വായി നോക്കിയാണെന്ന്? വാ തുറന്നേ. അതെ, വാഴിന്റെ ഉള്ളിൽ കയറി നോക്കാണ്ട് പുറത്തു നിന്ന് നോക്ക്. ഇത് വായാണോ അല്ലെങ്കിൽ ബേക്കറി ആണോ? ബേക്കറിയാ. അതിനകത്ത് അച്ചപ്പ മുറുക്കും ഒക്കെ അടുക്കി വെച്ചിരിക്കുന്നു. അപ്പൊ കമ്മിറ്റിക്കാർ തന്ന അച്ചപ്പ മുറുക്കും ഒറ്റയ്ക്കങ്ങ് മിനിങ്ങല്ലേ? എനിക്ക് ഒന്നിന്റെയും കേടില്ലേ. എന്റെ പൊന്നു ഡോക്ടറെ, അവളുടെ കാലൊന്ന് നോക്ക്. ഇതെന്നാ കാലിൽ ചുമന്ന പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്നേ? ഓ, അതാണിക്ക് തുരുമ്പറാതിരിക്കാൻ പ്രൈമർ അടിച്ചു വെച്ചാണ്. കാലിൽ ഒരാണെന്ന് പറഞ്ഞൊരു കോഴിക്കോട് അടിക്കാനുള്ള ആണുങ്ങളുണ്ടല്ലോ. അതിലത്തെ ഒരാണി സ്റ്റേജിൽ നിന്ന് കയറിയാണ്. ബാക്കിയാണ് ഇവളുടെ അഭിനയം ശരിയാവാത്തോണ്ട് കമ്മിറ്റിക്കാര് പിടിച്ചിരുത്തി ചുറ്റിയും കൊണ്ട് അടിച്ചു കയറ്റിയാണ്. അപ്പൊ നിന്റെ കാലിൽ അടിച്ചില്ലേ? എന്റെ കാലിലല്ല ആണി അടിച്ചത്. ഈ മുള്ളങ്ങനെ കൊണ്ടുവന്ന വിശദമായിട്ട് പറ. തപോവനത്തിൽ ഈ ശകുന്തള ഉല്ലസിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ശകുന്തളയുടെ കാലിൽ ദർഭമുന കൊണ്ടത്. ഈ ശകുന്തളെ, അതേ ദുഷ്യന്ത, 2 ഇഞ്ചിന്റെ ആനയാണോടാ നിനക്ക് ദർഭമുനയായത്? അങ്ങനെ ദർഭമുന കൊണ്ട ശകുന്തളയെ ഒരു ടി എടുത്തിട്ട് പോകാൻ അനുവദിക്കൂ. വെള്ളധാരി, ആദ്യത്തെ ഇഞ്ചക്ഷൻ ഇവൾ കല കൊടുക്കണ്ടേ, നിനക്കാ.
ഒളിഞ്ഞിരിപ്പുണ്ടോന്ന് അറിയണമെങ്കിൽ ഒന്ന് പഴിപ്പിച്ചു നോക്കണം. പഴിപ്പിക്കാനേ ഇതെന്റെ കാലിന്റെ ഉപ്പൂറ്റാണ്, അല്ലാണ്ട് മൂവാണ്ട മാങ്ങയൊന്നല്ല. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ഡോക്ടറെ? നമ്മളിതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതല്ലേ. ഇനി കത്തി വെക്കേണ്ടി വരും. പിന്നെ ഇത്ര നേരം നിങ്ങൾ ഇവിടെ എന്തോന്ന് വെച്ചായിരുന്നത്? എന്ന് നമുക്ക് ലാലേട്ടന്റെ തുടരും സിനിമ കാണാം. സൂപ്പർ സിനിമയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്ന ആരെയാടാ? ഓപ്പറേഷൻ തിയേറ്ററിൽ ആണെങ്കിലും ഞാനുണ്ട്. നീ എന്തിനാ വരുന്നേ? അല്ല, ഈ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് കണ്ടു പഠിക്കാലോ. എന്നിട്ട് വേണം കുഞ്ഞുവിന്റെ ഓപ്പറേഷനൊക്കെ വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ. കൊച്ചു കള്ള. നിങ്ങൾ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ പൊക്കിളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നപ്പോ ഇവിടെ MBBS പഠിക്കുന്ന പിള്ളേരെ മരണക്കിണറിൽ എത്തി നോക്കുന്ന പോലെ എന്റെ പൊക്കിളിൽ എത്തി നോക്കി എഴുതിയെടുത്ത് പഠിച്ച് ഇപ്പൊ അവര് ഡോക്ടറായി. ഒന്നാണ് എനിക്ക് മനസ്സിലായത്, എന്റെ പൊക്കിളിൽ ഇത്രയും പഠിക്കാണ്ടായിരുന്നു. തന്റെ പൊക്കിൾ നോക്കി താൻ തന്നെ പഠിച്ചിരുന്നെങ്കിൽ തനിക്കൊരു ഡോക്ടർ ആവായിരുന്നല്ലോ. ബുജ്ജി ആണ് ബുജ്ജി. അപ്പൊ ഡോക്ടറും ഇപ്പൊ പൊക്കിൾ നോക്കി പഠിച്ചിട്ടല്ലേ ഡോക്ടറായത്? കുത്തി വെക്കണം ഈ പൊക്കിള്ള. ഈ പൊക്കിള്ളല്ല, കൈ നീട്ടു വച്ചേ. അരുതേ അരുതേ, എന്നെ കുത്തരുതേ. അവിടെ നിന്ന് നാടൻ കളിക്കാണ്ട് കൈ നീട്ടു വച്ചേ. കുത്തുന്നതിന് മുമ്പേ കരച്ചില്ലോ? നീ ആ കുത്തിയെടുത്തല്ലല്ലോ വേദന. എന്റെ ശകുന്തളയ്ക്ക് വേദനിച്ചോ? നിന്റെ ഓവറാക്ഷൻ കൊള്ളത്തില്ലടാ. കൈ നീട്ടു വച്ചേ, കൈ നീട്ടു. ഇവളും ഓവറാക്ഷൻ തുടങ്ങിയോ? എന്ത് പറ്റി ശകുന്തളേ? തപോവനത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു പ്രാണനാഥ ഞാൻ. അപ്പോഴാണ് ആ വെള്ളക്കോട്ടിട്ട് വണ്ട് വന്നെന്നെ കുത്തിയത്. എന്റെ ശകുന്തളയെ കുത്തിയ വണ്ടിന്റെ രണ്ട് ചിറക് ഞാൻ അരിഞ്ഞു കളയും. എന്താ എന്റെ ചെറുകാരിയാണോ? എന്റെ ചെറുകാരിയാണെങ്കിൽ അരിഞ്ഞോ? എന്നാ നമ്മള് ചുമ്മാ സീരിയസ് ആയി എടുക്കല്ലേ. പിന്നെ വണ്ടിന്റെ കയ്യിലേ ഇപ്പൊ സിറിഞ്ചുണ്ട്. സിറിഞ്ചില്ലാത്തപ്പോ ഞാൻ പോയി അരിയ. പിന്നെ ആർട്ടുകാരി എന്നാ ഈ വാള് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ മുറിയും. നോക്കിയിരുന്നോ? അതെ, എന്റെ കാലിലാണ് എങ്ങനെയെങ്കിലും ഒന്ന് ഊരി തരാൻ പറ. എന്റെ പൊന്നു ഡോക്ടർ, അവളുടെ കാൽ താണി എങ്ങനെങ്കിലൊക്കെ ഒന്ന് ഊരി തരണം. അതൊക്കെ നമ്മൾ ഊരി തരാലോ. പക്ഷെ 10,000 രൂപ ആണ്. ഒരാണി ഊര 10,000 രൂപ. ഒരു 250 രൂപ കയ്യിൽ അങ്ങ് വെച്ചേരും. ആണി എങ്ങനെങ്കിലൊക്കെ ഒന്ന് ഊരി തരണം. ഒരു 250 രൂപയ്ക്ക് അവളുടെ കാലിൽ ആണി ഊരണം. ഒരു മിനിറ്റ്, ഇപ്പൊ സെറ്റാക്കി തരും നമ്മുടെ ഡോക്ടറാ. ഇതെന്തിനാ ഈ ചുറ്റിക? 250 രൂപയ്ക്ക് ഈ ചുറ്റി കൊണ്ട് അവളുടെ കാലിൽ ആണി ഊരിയാ മതി. ഡോക്ടറല്ല, വെള്ളക്കോട്ടിട്ട് വണ്ടാരും ചിരിച്ചു, കൈയടിച്ചു. പക്ഷെ അവിടെ ബാക്കി ഇരിക്കുന്ന 3 പേരെ കണ്ടോ? എന്നാ ചിരിയായിരുന്നു അറിയോ? എന്നെ ഇഷ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വണ്ടിനെ ആയിരുന്നോ? എനിക്ക് വണ്ടിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് ശകുന്തള ചേച്ചിയാ. ശകുന്തള ചേച്ചി ഓക്കെ അല്ലേ? എന്ത് പറയാൻ പറ്റും, ആയിപ്പോയില്ലേ. എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും. പക്രുചേട്ടൻ പറയണേ 3 പേരെ ഒരേപോലെ ഇഷ്ടമല്ലോ? 100%. അത്രേ ഉള്ളൂ. 3 പേര് പൊളിച്ചടിക്ക്. നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് കുട്ടികള് ഈ സ്കിറ്റ് കളിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് തമാശകളൊക്കെ ഇതിനകത്ത് നിങ്ങളുണ്ടായിരുന്നു. നല്ല രസമായിട്ട് നിങ്ങൾ കളിച്ചു. സൂപ്പർ. വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്കൂളിലേക്ക് വന്നൊരു ഫീൽ ഇല്ലേ ഇങ്ങോട്ട് വന്നപ്പോ? അല്ല, വെക്കേഷൻ എന്ത് ചെയ്ത സമയം കളഞ്ഞു? ഞാന് ഒരു സിനിമക്ക് പോയി. ആണോ? എന്നിട്ട് ഏത് സിനിമയ്ക്കാ പോയ? എങ്ങനെ പോയി? ആരുടെ കൂടെ പോയി? തുടരും സിനിമയില് പോയി കണ്ട്. ഞാനോർത്ത് ഇതിനകത്ത് എന്തുട്ട് ഇത്രയും മാത്രം ഉള്ളതെന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത്. എന്നിട്ടോ നോക്കിയപ്പോ അതിനുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു. അല്ല, അത് മാത്രല്ല, ഭയങ്കര അറിവുള്ള ലൈനിൽ തന്നെ നിൽക്കുന്നത്. ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയ നിമ്ര അഭിനയിക്കോ? ലാലേട്ടനെ വലിയ ഇതൊന്നും ഇല്ല എനിക്ക്. ശരി, പിന്നെ ആരെയാ ഇഷ്ടം? പിന്നെ ആരെയാ ഇഷ്ടം? ഉണ്ണിമുന്തനെ. ചേട്ടാ, മാർക്കോ 2 വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ടൻ ഇനി ഏതെങ്കിലും ഒരു പടം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ നിമ്രനെ ഒന്ന് വിളിക്കണം. കാരണം നിമ്രയ്ക്ക് വളരെയധികം ഇഷ്ടമാണ് ഉണ്ണിച്ചേട്ടന്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി, അല്ലേ? ഉണ്ണിച്ചേട്ടന്റെ കൂടെ കിട്ടിയാ ചെറിയൊരു സീനാണെങ്കിലും മതി, നടക്കട്ടെ. അല്ല, എന്റെ കൂടെ ഒരു അവസരം കിട്ടിയാൽ വരുമോ അഭിനയിക്കാൻ? പക്രുചേട്ടന്റെ കൂടെ ആണെങ്കിലും ഈ ഉണ്ണി മൂന്നിന് ഇഷ്ടപ്പെടാൻ എന്താ കാര്യം? മസിലുള്ളതുകൊണ്ടാണോ?
അതല്ല എനിക്ക് ആ. പണ്ടൊന്നും ഇഷ്ടല്ലായിരുന്നു. ആ പിന്നെ പിന്നെ ആ മാർക്ക് വന്നു തുടങ്ങിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. മാർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണ് ഉണ്ണി മുന്നനെ. ഇവിടെ ലക്കിക്കോ തന്നെയാണ് പറഞ്ഞത് അല്ലേ ലക്കി? ഉണ്ണിച്ചേട്ടന്റെ കൂടെയാണ്. ശരി, നമ്മുടെ അശ്വജിത്ത് തമിഴിലായിരിക്കും മലയാളം, കാരണം ഇവൻ തമിഴിലും മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ അഭിനയിച്ച് നടക്കാണ്. പറടാ നീ ആരോടെ? മലയാളത്തില് ആരോടെ? ലാലേട്ടൻ. ശരി, രണ്ടാം തിരിച്ചിറങ്ങി. കഴിഞ്ഞിരിക്കും. ഇപ്പൊ എല്ലാം കറക്റ്റ് ആയി. കൊള്ളാം. അപ്പൊ അങ്ങനെ നമ്മൾ വെക്കേഷന്റെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിൽ നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി നോക്കിയാലോ? അതിനു മുമ്പ് ഇത് കഴിയാൻ പോവല്ലേ, ബാറ്ററി കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചലഞ്ച് തരും. ശരി ശരി, ആദ്യം ബാറ്ററി കാണാം. കരനിറയെ പണമുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ ആടിപ്പൊളി. 12,000 റുപ്പീസ് ആണല്ലോ നേടിയിരിക്കുന്നത്. ഗംഭീരമാണല്ലോ. ഹാപ്പി ആയില്ലേ? അതിപ്പോ എത്രയായാലും അവരിത് മൈൻഡ് ചെയ്യാനും പോകുന്നില്ല, ഇത് ശ്രദ്ധിക്കാൻ കിറ്റ് കളിക്കാ പോവാ, അത്രേ ഉള്ളൂ. അപ്പൊ ബാങ്ക് ഓഫ് കൊച്ചി അതെ ഞങ്ങൾക്ക് ആ പൈസ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് തരുവാണെങ്കിൽ ഞങ്ങൾ സമാധാനത്തോടെ ഞങ്ങൾ ഞങ്ങൾ അടി ഉണ്ടാക്കട്ടെ. സ്വസ്ഥത തരാമെന്ന ചലഞ്ച് ആർക്കാടാ? ഞാൻ കുറച്ച് ഫിഗർ ചെയ്യും. നിങ്ങളെല്ലാരും അത് ആരാന്ന് പറയണം. ആദ്യം നമുക്ക് ആദ്യം അവർക്ക് ഒരു ചാൻസ് കൊടുക്കാം, എന്നിട്ട് നമ്മൾ ഇങ്ങനെ പോവേ. ആദ്യത്തെ ആരാ? മൈക്ക് പറ. പ്രേം നസീർ. പ്രേം നസീർ. ആരാ? നസീർ സാറ്. കറക്റ്റ് ആൻസർ. ഇനി അടുത്ത അവർക്ക് കൊച്ചിൻ ഹനീഫ. കൊച്ചിൻ ഹനീഫ ഒന്നുകൂടെ കാണിച്ചേ. അല്ലല്ല, ഇന്നസെന്റ്. ഒന്നും കൂടെ. സുകുമാരൻ. എനിക്ക് കിട്ടി. ജയൻ സാറ്. ഇനി അടുത്ത പക്രു ചേട്ടൻ. താങ്ക് യു. ലാസ്റ്റ് വൺ പക്രു ചേട്ടൻ. അയ്യോ, ഇത് ആരാന്നങ്ങ് മനസ്സിലായി. ഇത് ടിനിച്ചേട്ടൻ. അല്ല ഒറ്റ തവണ ആ, ഇതിന് വല്ല സൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലക്കി? ഡയലോഗ് കൂടെ അങ്ങനെ ചിലപ്പോ കിട്ടും. കഴിഞ്ഞ് വരുമ്പോൾ എന്നിട്ട് തടവിത്തരാൻ എന്റെ കുഞ്ഞുങ്ങളെ പെറ്റ് വളർത്താൻ ഒടുവിൽ ഒരു നാൾ വടിയാവുമ്പോൾ നെഞ്ച് തടിച്ച് കരയാൻ എനിക്കൊരു മക്കാച്ചിയെ വേണം. മാക്കത്തിനെ വേണം. പോരുന്നോ എന്റെ കുഡേ? മനസ്സിലായി. പറഞ്ഞ പക്രു ചേട്ടാ. വിതുര തങ്കച്ചൻ. ഇത്രയൊക്കെ കാണിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇവർക്കാർക്കെങ്കിലും മനസ്സിലായോ? ആരാ? നിങ്ങക്ക് മനസ്സിലായോ? ഇവർക്ക് മനസ്സിലായോ ആരാന്ന്? നമ്മുടെ മറ്റേ ഏത്? സത്യമായിട്ട് സത്യം സാർ കേട്ടോ. നമുക്ക് ശരിയാ. ഞങ്ങൾക്ക് ആദ്യമേ മനസ്സിലായി, എല്ലാരെയും നമുക്ക് മനസ്സിലായി. പിന്നെ രസത്തിന് വേണ്ടി നമ്മൾ വെറുതെ അങ്ങനെ പറഞ്ഞേട്ടാ. നിന്റെ അടുത്ത കഴിവുകൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ വേണം കേട്ടോ. അവിടെ നമുക്ക് അടുത്ത